ഹായ് ഹലോ ഇന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ റീലിലും ഷോർട്സിലും അതുപോലെ യൂട്യൂബിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെൻഡിങ് കേക്കാണ് ക്രിസ് ക്രോസ് കേക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സിലായിട്ട് കേക്ക് ഇവിടെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 1.5 kg ആണ്. 7 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 1 kgയിലും ചെയ്യാം കേട്ടോ. 6 ഇഞ്ചിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 kgയിലും ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ടോട്ടൽ 6 ലെയേഴ്സാണ് നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമുള്ളത് ടോട്ടലായിട്ടുള്ള. അതായത് 6 ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കേക്കും 2 ലെയർ മാത്രമേ ഉള്ളിൽ വന്നിട്ടുള്ളൂ. 3 ലെയേഴ്സാണ് നമ്മൾ സാധാരണ 1 kg കേക്ക് എന്നൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇത് 6 ലെയേഴ്സ് വന്നിട്ടുള്ളത് ഓരോ കേക്കുകളായിട്ട് 3 കേക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 3 കളേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് സ്റ്റാക്ക് ചെയ്യണവിടത്താണ് ഈ ഒരു കേക്കിൻ്റെ ട്രെൻഡിങ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് സ്റ്റാക്ക് ചെയ്യണത് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ സ്റ്റാക്ക് ചെയ്യണത് ആ രീതിയിലല്ല സ്റ്റാക്ക് ചെയ്യണത്. അതായത് ഓരോന്നിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക ഒരേ ലെവലിൽ, അതല്ല സെൻറ്റർ നോക്കി വെച്ച് കൊടുക്കുക, അങ്ങനെയല്ല. ക്രോസ് ആയിട്ടാണ് ഓരോ കേക്കുകൾ തമ്മിൽ ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എടുക്കുക, അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിക്ക് നമ്മൾ സാധാരണയായിട്ട് ഡബിൾസ് ആണെന്നുണ്ടെങ്കിലും വുഡിൻ്റെ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലല്ല സെൻട്രലായിട്ടല്ല സ്റ്റിക്ക് കൊടുക്കാറില്ല. ഇതിൻ്റെത് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ എവിടെയാണോ കേക്ക് വെക്കുന്നത് ആ ഒരു സൈഡിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിക്ക് സൈഡിലേക്കായിട്ട് പോവരുത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൽ ചെറുതായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആ ഒരു കേക്കിൻ്റെ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബഡ്ജായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ സ്റ്റാക്ക് ചെയ്യാണ്. അപ്പോൾ സ്റ്റിക്ക് കൊടുത്തത് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് ആ ഒരു കേക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ 1 ഇഞ്ച് താഴോട്ടായിട്ടാണ് കേക്കിൽ സ്റ്റിക്ക് ഓരോ സ്റ്റിക്കായിട്ടുള്ളതും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് വുഡിൻ്റെ സ്റ്റിക്കാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണെങ്കിലും ചെയ്യേണ്ട സെയിം ആണ്. അതായത് ഒരു 4 സ്റ്റിക്കാണ് ഇതിനകത്തായിട്ട് കൊടുക്കേണ്ടത്. അത് ഒരു വെയിറ്റ്, ജസ്റ്റ് ഒരു വെയിറ്റ് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി സ്റ്റിക്ക് കൊടുത്തിട്ടില്ലെങ്കിലും 6 ഇഞ്ചിലൊക്കെ ചെയ്യണ കേക്കാണെങ്കിൽ ആ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 6 ഇഞ്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് സ്റ്റിക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇനി സാധാരണ സ്റ്റാക്ക് ചെയ്യണ പോലെ നമ്മൾ ബേസും വന്ന് കേക്കിനെ എടുത്ത് മാറ്റുകയാണ്. അതായത് ഇപ്പോൾ കേക്കിനെ ഉള്ളിലേക്കായിട്ട് നൈഫിനെ ഇറക്കി കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആ വെച്ചിട്ടുള്ള സ്റ്റിക്ക് വെച്ച ആ ഭാഗത്തേക്കായിട്ടാണ് കേക്കിനെ കൊടുക്കേണ്ടത്. ചെരിഞ്ഞിട്ട്, അതായത് കുറച്ച് ഭാഗം പുറത്തേക്കായിട്ട് വേണം നിൽക്കാൻ കേട്ടോ. ആ രീതിയിൽ ഫുള്ള് ആ കേക്കിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കരുത്, സൈഡിലേക്കായിട്ട് വേണം കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നൈഫ് പതുക്കെ വലിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. ഈ വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എഡ്ജ് പോവാതിരിക്കാനാണ്. കാരണം നമ്മൾ ഫ്രണ്ട് അതിൻ്റെ ആ ഒരു ഷോ കിട്ടുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡാമേജ് വരരുത്. അത് കാരണം ശ്രദ്ധിച്ചിട്ട് വേണം നൈഫിനെടുക്കാൻ. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും സ്റ്റിക്കിനെ കൊടുക്കുക. ഈ സ്റ്റിക്കിനെ നമ്മൾ കൊടുക്കുന്നത് അടുത്തതായിട്ട്, നമ്മൾ നേരത്തെ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സ്റ്റിക്ക് വരേണ്ടത്. ആദ്യം കൊടുത്തത് ഈ സൈഡിലായിരുന്നു, അതായത് റൈറ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിക്കിനെ കൊടുക്കുന്നത്. അതും 4 or 5 സ്റ്റിക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ കേക്കിൻ്റെ 2 കേക്കിൻ്റെയും കൂടി ഉള്ളിൽ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോണ രീതിയിലാണ് ഡബിൾസിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 എണ്ണം ആയാലും 5 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കേക്ക് ആണെങ്കിലും ഇതുപോലെ ഡബിൾസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാക്കിങ് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ട്രാവലിങ്ങും സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പേടിയില്ലാതെ ടെൻഷനില്ലാതെ ട്രാവലിങ്ങും ചെയ്യാം. താഴോട്ട് ഇടിഞ്ഞ് വീഴണ ബുദ്ധിമുട്ടോ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റായോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് ഇനി നമ്മൾ നൈഫെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ക്രംസും കാര്യങ്ങളൊക്കെ മാറ്റിയതിൻ്റെ ശേഷം വീണ്ടും അടുത്ത കേക്കിനെ നമ്മൾ ഇതിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ കറക്റ്റ്, അതായത് താഴെ ഇരിക്കുന്ന കേക്കിൻ്റെ ഒരേ ലെവലിലായിരിക്കണം ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുള്ള കേക്ക് വരേണ്ടത് കേട്ടോ, താഴെ ഇരിക്കുന്ന കേക്കിൻ്റെ. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിൽ ഇരിക്കുന്ന കേക്കാണ് ക്രോസ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈഫ് വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് അവിടെ ഒരു ഈച്ച വന്നപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ പോയതിനാൽ ആ ഒരു എഡ്ജ് പോയിട്ടോ. അപ്പോൾ എഡ്ജ് പോവാതെ വേണം നമ്മൾ നൈഫിനെ വലിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ എഡ്ജ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോട്ടൽ കേക്കിൻ്റെ ഇപ്പോൾ ഈ 3 ലെയർ, ഇനി 4ാമത്തെ ലെയർ കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റിക്ക് കൊടുത്തിട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് വേണം വെക്കാനായിട്ട്. ഇനി ലെഫ്റ്റിൽ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 3 or 4 സ്റ്റിക്ക് നമുക്ക് ഉള്ളിൽ കൂടെ കേക്കിൻ്റെ ഫുൾ ലെങ്ത്തിലായിട്ട് ഇറക്കി കൊടുക്കാം. അതായത് ഇപ്പോൾ 4 എണ്ണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഞാനിവിടെ വുഡിൻ്റെ സ്റ്റിക്ക് കൊടുക്കണതുകൊണ്ട് 4 എണ്ണം എന്തായാലും കൊടുക്കണം. അതല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഡബിൾസ് ആണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും, കൂടുതൽ വേണ്ട. അതിൻ്റെ വെയിറ്റ് എല്ലാം ബാലൻസ് ചെയ്യൽ അതിൽ നിന്നോളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഒരു 3 എണ്ണോ 4 എണ്ണം വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സേഫായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ 4 എണ്ണം ഒക്കെ സ്റ്റിക്ക് ഡബിൾസ് കൊടുക്കാം. എന്നിട്ടിപ്പോൾ ഇതാ 4 എണ്ണം കൊടുത്തിട്ട് ഞാൻ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ടോപ്പിലായിട്ട് കുറച്ചുകൂടി ക്രീം ആ ഒരു ഹോൾസ് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ക്രീം ആക്കിയിട്ട് ഞാനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് നൈഫ് തട്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ചെറുതായിട്ടൊരു ഹോൾ വന്നത്. അപ്പോൾ അവിടെ ക്രീം കുറച്ചുകൂടി കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റ് കേക്കിൻ്റെ ആ മറ്റേ ഭാഗത്തൊന്നും തട്ടാതെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ലെവൽ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ ഒരു സൈഡെല്ലാം ഒന്ന് ലെവലാക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ട് നന്നായിട്ട് കൂളായിട്ടുള്ള ക്രീമാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കതൊന്ന് ആ ഒരു ഭാഗം ടച്ച് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഒരു സൈഡിൽ ഉള്ളിലേക്ക് വന്നിട്ടും അതുപോലെ ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവേഴ്സും ലീഫും അതുപോലെ എന്താ പറയുക ബട്ടർഫ്ലൈ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കേക്കിനെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 കേക്കിലായിട്ടും നമുക്ക് താഴോട്ടായിട്ട് എഴുതിയിട്ട് 3 കേക്കിലായിട്ടും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കേക്കിനെ ചെയ്തിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പേപ്പർ ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനെ ഒന്നും കൂടി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള കളർ കോമ്പിനേഷനിലെല്ലാം നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആനിവേഴ്സറിക്കാണെങ്കിലും ബർത്ത്ഡേക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കേക്ക് കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ട്രാവലിംഗ് ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ ട്രാവലിംഗ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ കേക്കിൻ്റെ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്